തടവുകാരുടെ വേതനം നമ്പർ 1 ആകാൻ കേരളം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ഡിറ്റർമിനേഷൻ, ഒരു പ്രതിജ്ഞയാണ്. നമ്പർ 1 കേരളത്തിന്റെ ജയിൽ പുള്ളികളുടെ വേതനം കേരളത്തിലായിരിക്കണം ഏറ്റവും ഉയർന്ന വേതനമെന്ന്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പല കാരണങ്ങളുണ്ടാകാം. ഒന്നാമത്, ജയിലിൽ ധാരാളം ജയിൽ പുള്ളികൾ ഗവൺമെന്റിന് വേണ്ട പുള്ളികൾ തന്നെ കാണും. ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് അങ്ങനെ ജയിലിൽ എത്തിപ്പെട്ടവരുണ്ട്. ഇപ്പൊ നമുക്ക് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അതൊക്കെ ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി നടത്തിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണല്ലോ. അങ്ങനെ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ക്രിമിനൽസായി ജയിലിൽ എത്തിപ്പെട്ടിട്ടുള്ളവർക്ക് ഏറ്റവും നല്ല ശമ്പളം, വേതനം, അവരുടെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ വേതനം കിട്ടുക. ഇനി പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ തന്നെ ഒരു പണിയും ചെയ്യാതെ മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ജയിലറയ്ക്കുള്ളിൽ തന്നെ കഴിയുകയാണ്, അല്ലെങ്കിൽ ക്യാമ്പസിലൂടെ നടക്കുകയാണ്. എങ്ങനെയാണെങ്കിലും ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് വേതനം കൊടുക്കാം. കാരണം പിൻവാതിൽ നിയമനമൊക്കെ വളരെ ഇഷ്ടം പോലെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഓർമ്മയുണ്ടല്ലോ, ഭരണപരിഷ്കാര കമ്മീഷൻ ആ വാതിൽ അടയ്ക്കൂ എന്നാണ് പറഞ്ഞത്. ഏത് വാതിൽ അടയ്ക്കാൻ പറഞ്ഞത്? ഭരണപരിഷ്കാര കമ്മീഷൻ, അതായത് പിൻവാതിൽ നിയമനം നടത്തുന്ന വാതിൽ. ആ വാതിൽ അടയ്ക്കാനാണ് ഈ ഗവൺമെന്റ് തന്നെ അപ്പോയിന്റ് ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷനാണ് ഇങ്ങനെ ഒരു. എന്നിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ചോദിച്ച ചോദ്യത്തിന് അസംബ്ലിയിൽ വെച്ച മറുപടിയിലാണ് ആ വാതിൽ അടയ്ക്കൂ എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നടത്തി ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിച്ച് ജയിലിൽ എത്തിപ്പെട്ടവര്, അങ്ങനെ ജയിലിൽ എത്തിപ്പെട്ടവരെ അവിടെയും പരിരക്ഷിക്കണം. അങ്ങനെ പരിരക്ഷിക്കാൻ നിയമപരമായ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ വളരെ സുഖമല്ലേ. ഗവൺമെന്റ് അതിനായിട്ട് അഡീഷണൽ ഫണ്ട് കണ്ടെത്തണ്ട. ജയിലിൽ ചെയ്യുന്ന ജോലികൾക്ക് കൂലിയായിട്ട് ജോലി ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ എന്നുള്ളതൊന്നും കണ്ടില്ലേ. നമ്മള് കഴിഞ്ഞ ദിവസം തന്നെ കേട്ടല്ലോ, ഒരു ജയിലിലെ മേധാവി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് അർഹതയില്ലാത്തവർക്കൊക്കെ പരോളിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന, ഇങ്ങനെയൊക്കെ അനധികൃതമായി ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ജയിലുകളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഇപ്പൊ കഴിഞ്ഞ നവംബർ 1-ാം തീയതിയല്ലേ അദ്ദേഹം അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് കേരളത്തെ പുനർനാമകരണം ചെയ്തത്. അതിദരിദ്രർ ഇല്ലാത്ത കേരളം. അപ്പോഴും നമുക്കറിയാം ഇവിടെ ധാരാളം പേര് അതിദരിദ്രരായിട്ടുണ്ട് എന്നിട്ടും അങ്ങനെ ഒരു നാമകരണം ചെയ്തു. അപ്പൊ ആ തരത്തിൽ എല്ലാത്തിലും ഒന്നാമനായിരിക്കണം. എത്രാമനായാലും സാരയില്ല, പക്ഷെ പേരില് ഒന്നാമനായിരിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന മുഖ്യമന്ത്രി അതിനനുസരിച്ച് കർമ്മങ്ങൾ കൂടി നടത്തിയിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷകരമായിട്ട് തോന്നിയേനെ. അപ്പൊ എന്താണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇതിനെപ്പറ്റി? വിദഗ്ധ തൊഴിലാളിക്ക് നിലവിൽ ഏറ്റവും അധികം വേതനം നൽകുന്നത് കർണാടകത്തിലാണ്. അതായത് ജയിൽ പുള്ളികൾക്ക് ജോലി ചെയ്യുന്നതിന് ഏറ്റവും അധികം വേതനം കൊടുക്കുന്നത് കർണാടകത്തിലാണ്. വിദഗ്ധ തൊഴിലാളിക്ക് ദിവസം 663 രൂപ, അവിദഗ്ധ തൊഴിലാളിക്ക് 524 രൂപ, അർദ്ധവിദഗ്ധ തൊഴിലാളിക്ക് 615 രൂപ എന്നിങ്ങനെയാണ് കർണാടകത്തിലെ കുറ്റവാളി, ജയിലിൽ കിടക്കുന്ന കുറ്റവാളി തൊഴിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്. അപ്പൊ ഇതിനേക്കാൾ ഉയർന്ന തുക നൽകുന്ന തരത്തിൽ കേരളത്തിലെ വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക എന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അപ്പോൾ ഇതിനോടകം തന്നെ ഒരു ഒരു കമ്മീഷൻ എന്നെ അപ്പോയിന്റ് ചെയ്ത് ആ കമ്മീഷൻ ഇവരുടെ വേതന പരിഷ്കരണത്തിനുള്ള ഒരു ഉത്തരവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് 40% വർധനവാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിലും അധികം നൽകണമെന്നാണ് ഇപ്പോ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. കാരണം 40% വർധനവ് കൊടുത്താൽ പോലും കർണാടകത്തിൽ അത്ര എത്തില്ല. അപ്പൊ കർണാടകത്തിൽ എത്തിയാൽ പോരാ, കർണാടകത്തിലെ വേതനത്തിന് മുകളിൽ പോകണം. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ എന്താണ് വേണ്ടത്? സെൻട്രൽ ജയിലുകളിൽ കുറഞ്ഞ ദിവസക്കൂലി ഇപ്പോ 63 രൂപയിൽ നിന്ന് 100 രൂപയായി. അതായത് ഈ 40% വർധനവ് വരുമ്പോ സെൻട്രൽ ജയിലിൽ എത്രയാണ്? 63 രൂപയാണ് കൂലി കൊടുക്കുന്നത്. അത് 100 രൂപയാക്കി വർദ്ധിപ്പിക്കുക. 168 രൂപയാക്കി വർദ്ധിപ്പിച്ചാൽ പോരാ, 350 രൂപയായി ഉയർത്തണം. ഇതാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോഴാണ്
രാജ്യത്തെ ഏറ്റവും ഉയർന്ന വേതനം നിർദ്ദേശിച്ചത്. ഒരു ജോലിക്ക് സെൻട്രൽ ജയിലിലും തുറന്ന ജയിലിലും ഒരേ കൂലി നൽകണമെന്നും നിർദ്ദേശിച്ചു. കർണാടകത്തിൽ വസ്ത്രത്തിന്റെ ചെലവ് കൂടി വേതനങ്ങളിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ വസ്ത്രം സൗജന്യമാണ്. ശിക്ഷാ തടവുകാരെയാണ് ജയിലിൽ വിവിധ ജോലികൾക്ക് നിയോഗിക്കുന്നത്. കഠിന തടവിന് വിധിക്കപ്പെട്ടവർ നിർബന്ധമായും അല്ലാത്തവർ താല്പര്യമനുസരിച്ചും ജോലിയിൽ ഏർപ്പെടണം. ഭക്ഷ്യോൽപ്പന്ന യൂണിറ്റ്, പെട്രോൾ പമ്പ് എന്നിങ്ങനെ വരുമാനമുണ്ടാക്കുന്ന യൂണിറ്റുകൾ അവിടെ നിയോഗിക്കുന്ന തടവുകാരുടെ വേതനം സ്വന്തം നിലയ്ക്ക് കണ്ടെത്തണം. വേതനം 4 ഇരട്ടിയോളം വർദ്ധിപ്പിക്കുന്നത് ഈ യൂണിറ്റുകൾക്ക് ബാധ്യതയാകും. അതായത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വേതന പരിഷ്കരണ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വേതന വർധനവ് 40% മാത്രമാണ്. അതുകൊണ്ട് കർണാടകത്തിന്റെ വേതനത്തിന്റെ അരികത്ത് പോലും എത്തില്ല. അപ്പൊ എന്താണ് വേണ്ടത്? കർണാടകത്തിന്റെ വേതനത്തേക്കാൾ കൂടുതലാകണം വേതനം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന വേതനത്തിന്റെ 4 ഇരട്ടി വേതന വർധനവ് വരണം. എങ്കിൽ മാത്രമേ കർണാടകത്തിന്റെ മുകളിലെത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ളപ്പോ ഈ നമ്മുടെ ജയിലുകൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഈ പറയപ്പെട്ട സാധനങ്ങൾ, അതായത് ഭക്ഷ്യോൽപ്പന്ന യൂണിറ്റ്, പെട്രോൾ പമ്പ് എന്നിവ ജയിലിനകത്ത് നടത്തുന്ന യൂണിറ്റുകൾ, അത്തരം യൂണിറ്റുകൾ സാധാരണ ആ യൂണിറ്റിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് അതിൽ പണി ചെയ്യുന്ന കുറ്റവാളികൾക്ക് വേതനം കൊടുക്കുന്നത്. അപ്പൊ ഇത് 4 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാല് അവിടെ നിന്ന് ചിലപ്പോൾ അത്രയും വരുമാനം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഭക്ഷ്യോൽപ്പന്ന യൂണിറ്റിൽ പക്ഷെ നല്ല വരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്കറിയാം, ജയിലില് എന്താണ് പറയുക, ചപ്പാത്തി, മുട്ടക്കറി ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വളരെ വലിയ തോതില് വിറ്റഴിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ജയില്. അപ്പൊ അത് കാരണം കൊണ്ട് ഒരുപക്ഷെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്യുന്നിടത്ത് 4 ഇരട്ടി വർധനവ് ശമ്പളത്തിൽ കൊടുത്താൽ അതിൽ അത്ഭുതമില്ല. അത് തന്നെയുമല്ല, നന്നായിട്ട് കഷ്ടപ്പെടുകയും ചെയ്യണം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അങ്ങനെ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ. പക്ഷേ പമ്പില് അങ്ങനെ വിൽപ്പന ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ജയിലിലേക്ക് വരുന്ന കക്ഷികളെ കാണാനും മറ്റാവശ്യങ്ങൾക്കും ആ ജയിൽ ആവശ്യങ്ങൾക്കും ഒക്കെയാണല്ലോ അവിടുത്തെ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുന്നത്. അപ്പൊ അവിടുത്തെ വരുമാനത്തിൽ വലിയ വർധന ഉണ്ടാകുമോ എന്ന് വലിയ പിടിയില്ല. എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനെ എടുത്തിരിക്കുന്നത് നല്ല കാര്യമാണ് എന്ന് പറയുമ്പോൾ അപ്പോ അദ്ദേഹം കേരളത്തിന്റെ ധനപ്രതിസന്ധിയെ പറ്റി ഒട്ടുമേ ആലോചിക്കുന്നില്ല. കുറ്റവാളികൾക്കാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്നതും അദ്ദേഹം ആലോചിക്കുന്നില്ല. കുറ്റവാളികൾക്ക് കുറഞ്ഞ കൂലി കൊടുക്കുന്നു. അതായത് ഇപ്പൊ നിലവിലിരിക്കുന്ന കൂലി വളരെ താണ കൂലിയാണല്ലോ. ഈ താണ കൂലി അവർക്ക് കൊടുക്കാൻ തന്നെ കാരണം എന്താണ്? അവർ കുറ്റവാളികളായതാണ്. കേരളത്തിന് ജയിലിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ കേരളത്തിലെ കൂലി എത്രയാണ്? ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ പറമ്പിൽ തന്നെ കിളയ്ക്കാൻ വിളിച്ച 2 പേർക്ക് 1300 രൂപ വെച്ചാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെ 1300 രൂപ കൂലി പുറത്തുണ്ട്. അവരെത്ര മണിക്കൂറാണ് കിളയ്ക്കുന്നത് അതും കൂടി അറിയണ്ടേ? മലയാളികളാണ് കിളയ്ക്കാൻ വന്നത്. മലയാളികളാണ് കിളയ്ക്കാൻ വരുന്നെങ്കിൽ 9 മണിക്ക് വന്ന് 2 മണിക്ക് അവര് കുളിച്ച് ഒരുങ്ങി പോകും. അത്രയും സമയം ജോലി ചെയ്യുന്നതിന് 1300 രൂപ കൂലി കൊടുത്തത്. അപ്പം ഈ വയനാട് ജില്ലയിൽ പോലും 1000-നടുത്ത് രൂപ, 900 രൂപയൊക്കെ ഇപ്പൊ കൂലി കൊടുക്കണം. അവിടെ 900 രൂപ കൊടുക്കുമ്പോൾ ആഹാരവും കൂടി കൊടുക്കണം. ഇവിടെ 1300 രൂപ കൊടുക്കുമ്പോൾ ആഹാരം കൊടുക്കണ്ട. അങ്ങനെ ഒരു മെച്ചമുണ്ട്. അപ്പൊ ഈ 1300-ഉം 900-ഉം തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോഴേക്കും. അപ്പൊ അങ്ങനെ പുറത്ത് കൂലി ഉണ്ട് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ജയിലിൽ നല്ല കൂലി കൊടുത്തുകൂടാ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. എങ്കിൽ പുറത്തു നടക്കുന്നവർ, ജോലി ചെയ്ത് കൂലി മേടിക്കുന്നവർ കുറ്റവാളികളല്ല. അവരിൽ പലരും കുറ്റവാളികളായിരിക്കും, പക്ഷെ പിടിക്കപ്പെട്ടവരല്ല. മറിച്ച് ജയിലിനകത്തുള്ളവർ കുറ്റവാളികളായി കുറ്റം ചുമത്തപ്പെട്ട് പിടിക്കപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ കുറ്റവാളികൾക്ക് ഇത്ര മനസ്സലിവോടെ ഉയർന്ന വേതനം കൊടുത്ത് അവരെ പരിരക്ഷിക്കേണ്ട ആവശ്യം ഒരു സംസ്ഥാനത്തിനുണ്ടോ? അതും ഈ സംസ്ഥാനം ധനപ്രതിസന്ധിയിൽ ഇങ്ങനെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തില്. അത് മാത്രവുമല്ല, ഇവർക്ക് ശമ്പളം കിട്ടുമ്പോ എന്താ, വേതനത്തിൽ 25% തടവുകാർക്ക്
ജയിൽ ക്യാൻറ്റീനിൽ ചെലവഴിക്കാം. അതായത് ജയിലിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആഹാരമല്ല, കൂടുതലായിട്ട് വല്ലതും വേണം ക്യാൻറ്റീനിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഭോജ്യങ്ങളൊക്കെ വാങ്ങി കഴിക്കണമെന്നുണ്ടെങ്കിൽ വേതനത്തിന്റെ 25% ക്യാൻറ്റീനിൽ ചെലവഴിക്കാം. അത് മാത്രമല്ല 50% വീട്ടിലേക്ക് അയക്കാം. അതൊരു നല്ല കാര്യമാണ്. അപ്പൊ വീട്ടിലേക്ക്, പക്ഷെ കുറ്റവാളിയായ ആള് വീട്ടിലേക്ക് കൂടുതൽ അയച്ചു കൊടുക്കണം, കുറ്റവാളിയുടെ വീട്ടുകാരെ കൂടുതൽ സന്തോഷിക്കണം എന്ന് ഒരു ഗവൺമെന്റ് ആഗ്രഹിക്കണമോ? അതും ചിന്തനീയമാണ്. കാരണം കുറ്റവാളിയായിട്ട് ഒരു മകനെ അല്ലെങ്കിൽ മകളെ വളർത്തിയെടുക്കുന്ന പേരൻസ് അത്രയും ജസ്റ്റിസ് അർഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വ്യക്തിയെ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണാവസ്ഥയിൽ പിറവിയെടുക്കുന്ന സമയം മുതൽ സ്വഭാവ രൂപവൽക്കരണം നടത്തണം. അത് കുടുംബത്തിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. ആ പിറവിയെടുക്കുന്ന മുതൽ അമ്മയുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് എന്ത്? അമ്മയ്ക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ വീട്ടിൽ ഭർത്താവിൽ നിന്നും ബാക്കിയുള്ളവരിൽ നിന്നും ഒക്കെ കിട്ടുന്ന സ്നേഹവും ഒക്കെ എന്താണ്? അതിനെയൊക്കെ ആശ്രയിച്ച് അവരുടെ നല്ല മനസ്സോടുകൂടി അവരെ ഉദരത്തിൽ ആ കുഞ്ഞിനെ പേറുന്നു എങ്കിൽ അതിന്റെ പ്രസവത്തിന് ശേഷം ആ കുഞ്ഞിനെ അങ്ങനെ എല്ലാവരും കൂടി സ്നേഹവും വാത്സല്യവും കണിശം, അതായത് ഡിസിപ്ലിനും ഒക്കെ കൊടുത്തു വളർത്തുന്നു എങ്കിൽ, പോഷകങ്ങളും ഒക്കെ കൊടുത്തു വളർത്തുന്നു എങ്കിൽ ഇങ്ങനെ ജയിൽ പുള്ളി ആകത്തക്ക രീതിയിൽ കുട്ടികൾ വളർന്നു വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അപ്പൊ അങ്ങനെ അല്ല വളർത്തിയത് എന്ന് വെച്ചാൽ ആ പേരൻസും തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് മക്കൾ ഇങ്ങനെ ജയിൽ പുള്ളികളായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് അവരുടെ 50% വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ എന്നാ ഇരിക്കട്ടെ ശമ്പള വർധനവ്, അപ്പൊ വീട്ടിൽ കൂടുതൽ ചെല്ലുമല്ലോ, അങ്ങനെ വിചാരിക്കേണ്ട കാര്യവുമില്ല. ആ പേരൻസും ഒരു പരിധിവരെ ശിക്ഷ അർഹിക്കുന്നവർ തന്നെയാണ് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഇനി അതുപോലെ തന്നെ തടവുകാരുടെ കുറ്റകൃത്യത്തിൽ ഇരകളായവർ, അവർക്ക് ഒരു റിലീഫ് ഫണ്ട് രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഇതുവരെ കേരളത്തിൽ നടത്തിയിട്ടില്ല. അതായത് ഈ കുറ്റവാളികൾക്ക് ശമ്പളമൊക്കെ കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ്. സുപ്രീം കോടതി എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അവർ മുഖാന്തരം വിക്ടിമൈസ് ചെയ്യപ്പെട്ട, അതായത് കയ്യോ കാലോ വെട്ടി ഒടിഞ്ഞു പോയവര് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ വഴി, കുറ്റവാളി വഴിയായിട്ട് ഉണ്ടായവര്, ചിലപ്പോൾ മരണം തന്നെ സംഭവിച്ചു പോയിട്ടുണ്ടാകാം, പിന്നെ എന്താ പറയുക, നിരാലംബരും നിരാശ്രയുമായി തീർന്നു കാണാം മക്കൾ. അങ്ങനെയൊക്കെയുള്ള കേസസിൽ അവർ ഈ കുറ്റവാളിയുടെ ശമ്പളത്തിൽ നിന്ന് ഒരു എമൗണ്ട് റിലീഫ് ഫണ്ടിലേക്ക് രൂപീകരിച്ച് അത് ഈ പറയപ്പെട്ട വിക്ടിംസിന്റെ ഭവനങ്ങളിൽ കൊടുക്കണമെന്നുണ്ട്. അത് ഇതുവരെ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. അത് നടപ്പാക്കുകയാണെങ്കിൽ ഈ അമിതമായി ഈടാക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഗവൺമെന്റിന് വേണ്ടി കുറ്റം ചെയ്തവരാണെങ്കിൽ, ഗവൺമെന്റിന് വേണ്ടി കൊലപാതകം നടത്തുകയോ വെട്ടുമൊക്കെ നടത്തുകയോ ഒക്കെ ചെയ്തവരാണെങ്കിൽ സാധാരണ രീതിയിൽ വിക്ടിംസിനെ സഹായിക്കാൻ ഗവൺമെന്റ് തയ്യാറാവുകയില്ല. എന്തായാലും ശമ്പളം, അതായത് ജയിൽ പുള്ളികളുടെ വേതന കാര്യത്തിൽ പോലും 1-ാം സ്ഥാനത്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് കേരളത്തെ ഒരു നോളജ് ഹബ്ബാക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? അതിനു വേണ്ടി ബജറ്റിൽ കുറച്ച് നന്നായിട്ട് ഫണ്ട് അലൊക്കേറ്റ് ചെയ്യുക. ജനുവരി 29-ാം തീയതി സംസ്ഥാന ബജറ്റ് വരുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോ ജയിൽ പുള്ളികളുടെ വേതനം ഏറ്റവും ഉയർന്നതായിരിക്കണം എന്ന് വിചാരിക്കാതെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ചെലവഴിക്കുന്നതിനേക്കാൾ ഉയർന്നതായിരിക്കണം എന്ന് തീരുമാനിക്കുക. അങ്ങനെ ഉയർന്ന ഫണ്ട് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ നിലവാരം ഉയരും. കേരളം ഒരു ആഗോള ടെക്നോളജി ഹബ്ബായിട്ട് വളരുകയും ചെയ്യും.